2006 നടന്ന പാടിച്ചിറ മാനന്തവാടി ബാങ്ക് ആക്രമണ കേസുകളിലും 2007 കുപ്പാടിയിലെ ക്രിസ്തീയ പുരോഹിതന്റെ വീടാക്രമിച്ച കേസിലുമാണ് ചാത്തൻ എന്ന മാധവൻ കുറ്റാരോപിതനായത്. പോരാട്ടം പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളായിരുന്നു ഇത് നാലും. ഈ സമരങ്ങളിൽ ചാത്തൻ പങ്കെടുത്തിരുന്നില്ല. ഇതിൽ 3 കേസുകളിൽ കോടതി ചാത്തനെ കുറ്റവിമുക്തനാക്കി. മാനന്തവാടി ഗ്രാമീൺ ബാങ്ക് ആക്രമണ കേസ് ഈ മാസം 27-നാണ് കോടതി പരിഗണിക്കുന്നത്. ബാങ്ക് അടിച്ചു പൊളിച്ചെന്ന് പറയുന്നതിൽ, ആക്രമിച്ചെന്ന് പറയുന്നതിൽ ഒരെണ്ണം ഇനി വിടാനുണ്ട്, ഒരെണ്ണം വിട്ടുപോയി. പിന്നെ കുപ്പാടിയിലത്തെ ബാബു എന്ന് പറയുന്ന ആൾ ചോറ് മോഷ്ടിച്ച് തിന്നെന്നും പറഞ്ഞിട്ടുള്ള കേസിൽ അതിൽ പോലീസുകാർ ആക്രമിച്ച കേസും വിട്ടുപോയി. കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ചാത്തനെ മാവോയിസ്റ്റ് എന്ന് കാണിച്ച് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ചാത്തന്റെ പുറകെ വർഷങ്ങളായി പോലീസുണ്ട്. കുറ്റവിമുക്തനായാലും പോലീസ് തന്നെ വേട്ടയാടുമെന്ന് ചാത്തൻ പറയുന്നു. കേസുകൾ തീർന്നാലും ഇപ്പോൾ പോലീസുകാരുടെ അടിച്ചമർത്തൽ നിന്നോ അല്ലെങ്കിൽ എന്നെ മറ്റ് പോരാട്ടം പ്രവർത്തകരോ മറ്റ് ഏതൊരു സംഘടനയും ആവശ്യം പറയുന്നവരെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അത് ജയിലിലിടുമെന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സംശയമുണ്ട്. പോലീസുകാരുടെ നിരന്തരമായ അന്വേഷണങ്ങൾ കാരണം സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ചാത്തന. 3 ക്രിമിനൽ കേസുകളിൽ ചാത്തൻ എന്ന മാധവൻ കുറ്റവിമുക്തി നേടിക്കഴിഞ്ഞു. ഇത്രയും കാലം അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്ക് ആരുത്തരം പറയുമെന്നാണ് ചാത്തൻ ഇപ്പോൾ ചോദിക്കുന്നത്. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.